ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ വന്നതാണ്. അതായത് കാലിക്കറ്റ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ അബുദാബിയിലുള്ള മദീനത്ത് സായദിൽ അവിടെയുള്ള ഒരു റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ബ്രാഞ്ചസ് വേറെ ദുബായിലും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ 2-3 പ്രാവശ്യം കഴിച്ചു. ബിരിയാണിയൊക്കെ കഴിച്ചു, ബിരിയാണി, ചിക്കൻ അങ്ങനത്തെ ഓരോ ഐറ്റംസ് എല്ലാം കഴിച്ചു. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഫിഷ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാം കഴിക്കുന്നതിൽ നിന്നൊരു വ്യത്യസ്തമാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇന്ന് വാങ്ങിയത് എന്താ പറയുക, മീൻ പൊള്ളിച്ചത്, അതായത് ചെമ്പല്ലി പൊള്ളിച്ചത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പൊള്ളിച്ചത് എന്ന് പറഞ്ഞാൽ സംഭവമേ കഴിക്കുന്നത്. നാട്ടിൽ നിന്നും കഴിച്ചിട്ടില്ല, ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നും കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. ചെമ്പല്ലി കറിയും പൊരിച്ചതൊക്കെ കൂട്ടിക്കും, പക്ഷേ അല്ലാണ്ട് ഇങ്ങനൊരു ഐറ്റം ഞാൻ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൽ നമ്മൾ കഴിച്ച് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റുണ്ട്, നല്ല ഫ്രഷ് മീനാണ്. അതിനെപ്പറ്റി ഒന്നും പറയാനൊന്നുമില്ല, നല്ല ഫ്രഷ് മീനാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും, ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇറച്ചി നമ്മൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷേ ഇതിൻ്റെ മസാല എനിക്ക് പൊതുവേ ഇങ്ങനത്തെ മീൻ ഐറ്റംസിൽ മധുരം കൂടുന്നത് എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ എന്താ പറയുക മസാല എന്ന് വെച്ചാൽ ഇതാണ്, ഉള്ളിയാണ്, ചെറിയ ഉള്ളിയും പിന്നെ അങ്ങനത്തെ ഒക്കെയാണ് വെളിച്ചെണ്ണയിലേക്ക്, പിന്നെ അത് വാട്ടിയിട്ടാണല്ലോ അതിൻ്റെ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മധുരം കുറച്ചും കൂടി മുന്നിൽ നിൽക്കുമ്പോൾ തോന്നി, മധുരം കുറച്ചും കൂടി മുന്നിട്ടിരിക്കുന്നത്. കാരണം നല്ലോണം ഉള്ളീൻ്റെ ആ മസാല എല്ലാം ഉണ്ട്. അപ്പോൾ അല്ലാണ്ട് മീനിനെ പറ്റി ഒന്നും പറയാനില്ല. മീൻ നല്ല അടിപൊളി ഫ്രഷ് മീനാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അത് വിചാരിച്ച് നമ്മൾ തിന്നാണ്ട് നിൽക്കില്ല, ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയാണല്ലോ, അതുകൊണ്ട് പിന്നെ തിന്നാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ടേസ്റ്റ് ഇല്ല എന്നല്ല, ടേസ്റ്റ് ഉണ്ട്, പക്ഷേ കുറച്ചൊരു മധുരം പൊടിക്ക് മുന്നോട്ട് നിൽക്കുമ്പോൾ തോന്നി. അത് നമ്മൾ അപ്പോൾ തന്നെ ഓരോട് ചോദിക്കുമ്പോൾ ഒരു പറഞ്ഞ് അതിൻ്റെ വേറെ വേർഷൻ നിങ്ങൾ വാങ്ങണ താവാ ഫ്രൈ അത് വാങ്ങിച്ചാൽ മതിയേനു എന്ന് പറഞ്ഞു. അപ്പോൾ അതാകുമ്പോൾ കുറച്ച് സ്പൈസി ആയിരിക്കും. അപ്പോൾ എന്തായാലും എന്താ പറയുക, ട്രൈ ചെയ്തതിന് പ്രശ്നമൊന്നുമില്ല. എന്തായാലും നമ്മൾ കഴിച്ച് കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുക. അപ്പോൾ ഞാൻ എന്തായാലും ഒരു മാംഗോ ലസ്സി, ഒരു പൈനാപ്പിൾ ജ്യൂസും വാങ്ങി, നമുക്ക് രണ്ടാക്കണേ. മാംഗോ ലസ്സി പിന്നെ എനിക്ക് അന്ന് കഴിച്ചതിന് ശേഷം എപ്പോഴും കഴിക്കാൻ തോന്നും. അങ്ങനെ ആരെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് പറയുക. എന്തായാലും അടിപൊളിയാണ്. ഓക്കെ, പിന്നെ കാണാം.